ദിസ് ഈസ് ആരതി ഫ്രം ഇതാര വ്ളോഗ്സ്. ഇന്ന് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു സൗണ്ടും കൂടി ഇല്ലേ, എന്താന്ന് മനസ്സിലായോ? കർക്കിടക മാസമല്ലേ, രാമായണമാണ്. ഇപ്പൊ ഇന്നും രാവിലെ ഞാൻ ഇതും കേട്ടാണ് എഴുന്നേക്കുന്നത്. കാരണം എൻ്റെ അമ്മയും അച്ഛമ്മയൊക്കെ രാവിലെ രാമായണം പാരായണമാണ് നമുക്ക് തോന്നും. പക്ഷെ എൻ്റെ വീട്ടിൽ രാമായണം പാരായണം ചെയ്യുന്ന ആരാന്നറിയാവോ? യൂട്യൂബിലെ ഏതോ ഒരു ചേച്ചി. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഈ ചേച്ചിയുടെ സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. അത് സ്പീക്കറിലാണ് വെച്ചേക്കുന്നത്, ഫോണിന്റെ ഇതായിട്ടല്ല, ഈ സ്പീക്കറിലാണ് അത് വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ ഗൈസ്, ഇതാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ. കാരണം രാവിലെ എഴുന്നേക്കുന്നതേ ഇത് കേട്ടാ. അത് പക്ഷെ ഒരു പോസിറ്റീവ് കാര്യമാണ്. നല്ലൊരു ഇതൊക്കെ കേട്ട് എഴുന്നേക്കുമ്പം ആ ഒരു ഫുൾ ഡേ പോസിറ്റീവ് എനർജിയോടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഞാൻ പറയാം. പിന്നെ ഈ രാമായണം എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ഓടി വരുന്ന ഏതാണെന്നറിയോ? ഒരു ഏഷ്യാനെറ്റിലൊരു സീരിയൽ ഉണ്ടായിരുന്നു, ഏതാ, സീതായനം എന്ന് പറയുന്നത്. അതാണ് അത്. രാമായണം തന്നെയാണ് അതിനകത്ത്. സീതായനം എന്ന് പറഞ്ഞാലും അത് രാമായണമാണ്. അപ്പം ആ സീരിയൽ കണ്ടാണ് കൂടുതലും കാര്യങ്ങൾ രാമായണം എന്താന്നൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ 10ാം ക്ലാസ്സിൽ ആ ലക്ഷ്മണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ ആ കവിതയല്ല അത്, ശരിക്കും പറഞ്ഞാൽ അതെന്താ രാമായണത്തിൽ ശരിക്കും പറഞ്ഞാൽ ചീക്കി എടുത്ത കുറച്ച് ലൈൻസ് ആണെന്ന് തോന്നുന്നു. അതുപോലെ അതായിരുന്നു എന്നെ കേരള പാഠാവലി ജയിക്കാൻ മെയിൻ കാരണം. എന്ന് വെച്ചാൽ മിക്ക ക്വസ്റ്റ്യനും കാണും അതിനെപ്പറ്റി. ഞാൻ പറഞ്ഞില്ലേ 10ലൊരു കഥ, അതിൽ മിക്ക ക്വസ്റ്റ്യനും ഇതിനെ പറ്റിയുള്ളതായിരിക്കും. ലക്ഷ്മണൻ അതെന്താ അങ്ങനെ പ്രതികരിച്ചത് എന്നൊക്കെയുള്ള രീതിയിലുള്ളതായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങളോട് ഇതൊക്കെ പറയണമെന്ന് തോന്നി. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് രാമായണം വായിക്കുന്നതെന്ന്? നിങ്ങളാണോ വായിക്കുന്നത്, അത് ഇതുപോലെ യൂട്യൂബിലാണോ വെക്കുന്നത് എന്നൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ബൈ.